നമസ്കാരം. എല്ലാവർക്കും ടുഡേ ബാങ്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ ലോൺ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ പാർട്ട് 1 വീഡിയോയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് ഒരു വായ്പ കൊടുക്കുമ്പോൾ എന്തെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങളാണ്, പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രധാനപ്പെട്ട പ്രായപരിധി, വസ്തുവിൻ്റെ മൂല്യനിർണ്ണയം, അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിരുന്നു. അതോട് ചേർത്ത് വയ്ക്കാവുന്ന പ്രധാനപ്പെട്ട 1-2 പോയിന്റുകളെക്കുറിച്ചാണ് ഈ വീഡിയോയ്ക്കകത്ത് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് വരുന്നത് ഒരു വസ്തുവിൻ്റെ വായ്പ കൊടുക്കുന്നതിന് മുമ്പും വായ്പ കൊടുത്തതിന് ശേഷവും ആ വസ്തുവിനകത്ത് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വാല്യുവേഷൻ നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു വായ്പാ അന്വേഷകൻ വായ്പയ്ക്കായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈട് വസ്തുവിൽ നിന്ന് നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ വഴിയുണ്ടോ, വീടിനോട് ചേർന്നുള്ള മറ്റ് അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള നമ്മൾ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ വായ്പയ്ക്ക് മുമ്പ് തന്നെ ആ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ ഈട് വസ്തുവിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നത് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ബിസിനസ് വായ്പകളും അത്തരം വായ്പകളെല്ലാം വരുന്ന സമയത്ത് തന്നെ നമുക്ക് അത്തരം വാല്യുവേഷൻ എല്ലാം നടത്തുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മളോട് ഇൻ്റർവ്യൂ സെക്ഷനകത്ത് പറഞ്ഞ പല കാര്യങ്ങളുടെയും യാഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി പറയുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാല്യുവേഷനെ സംബന്ധിച്ചതിന് ശേഷം ഒരു വായ്പ കൊടുക്കുന്നതിന് മുമ്പും വായ്പ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? വായ്പ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വായ്പ കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കർത്തവ്യം അവസാനിക്കുന്നില്ല. കാരണം വായ്പ കൊടുത്തതിന് ശേഷം യഥാർത്ഥ വായ്പകൾ കൃത്യമായി അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും വായ്പാ മാർഗ്ഗനിർദ്ദേശ മാനദണ്ഡങ്ങളിൽ പറയുന്നത് ബ്രാഞ്ച് മാനേജറോ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 3 വർഷത്തിലൊരിക്കലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈട് വസ്തുവിൽ സന്ദർശിക്കുകയും ആ ഈട് വസ്തുവിനെ സംബന്ധിച്ചുള്ള വാല്യുവേഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട വായ്പാ ഫയലുകളിൽ നമ്മൾ വയ്ക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു വസ്തുവിൽ ചില സമയങ്ങളിൽ നമുക്ക് ഈട് വസ്തു എന്ന ഭൂമിക്കകത്ത് ചിലപ്പോൾ വാല്യുവേഷനിൽ ഡിക്രീസ് സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ ആ വസ്തുവിൻ്റെ തൊട്ടടുത്ത് മതസ്ഥാപനങ്ങൾ വരിക, അല്ലെങ്കിൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനങ്ങൾ അവിടേക്ക് വരിക, എല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ വസ്തുവിൻ്റെ മൂല്യത്തിൽ അല്ലെങ്കിൽ വാല്യുവേഷനകത്ത് വില കുറയേണ്ട ഒരു സാഹചര്യം വരുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം, ഈ 3 വർഷത്തിൽ ഒരിക്കൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വാല്യുവേഷനകത്ത് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്ന സമയത്തുള്ള വാല്യുവേഷനിൽ നിന്ന് വിഭിന്നമായി വാല്യുവേഷനകത്ത് ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വിശദമായ റിപ്പോർട്ട് നമ്മുടെ തൊട്ടടുത്ത അതോറിറ്റിയായ ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെൻറ്ററിലോട്ട് ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വരുന്ന കാര്യമാണ് നമ്മൾ വസ്തുവിൻ്റെ അപ്രൈസൽ ആൻഡ് അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു വാല്യുവേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വായ്പ കൊടുക്കുന്ന സമയത്ത് പല തരത്തിലുള്ള കാറ്റഗറി ഉള്ള വായ്പകൾ വരും. നേരത്തെ വീഡിയോനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ വായ്പകൾ വരാം, കാർഷിക വായ്പകൾ വരാം, MSME വായ്പകൾ വരാം, കുടുംബശ്രീ SHG JLG വായ്പകൾ വരാം. ഇത്തരം വായ്പകൾക്കെല്ലാം നമ്മൾ അപ്രൈസൽ നടത്തുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ബാങ്ക് നമ്മളോട് പറയുന്ന അപ്രൈസൽ നടത്തുവാൻ വേണ്ടി ഓരോ വായ്പാ സ്കീമിനകത്തേക്കും പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു മോർഗേജ് വായ്പയ്ക്കുള്ള അപ്രൈസൽ ആയിരിക്കില്ല ഒരു പേഴ്സണൽ വായ്പയ്ക്കുള്ള അപ്രൈസൽ. ഒരു പേഴ്സണൽ ലോണിനുള്ള അപ്രൈസൽ ആയിരിക്കില്ല MSME വായ്പയ്ക്കുള്ള അപ്രൈസൽ ആയിരിക്കില്ല.
SHG വായ്പയ്ക്കും. അപ്പോൾ ഓരോ തരത്തിലുള്ള ഓരോ കാറ്റഗറിയിലുള്ള വായ്പയ്ക്കും ഓരോ തരത്തിലുള്ള അപ്രൈസൽ നമ്മൾ നടത്തണം. ആ അപ്രൈസൽ നടത്തുന്ന സമയത്ത് നമുക്കറിയാം, ബാങ്കിനകത്ത് വായ്പ നൽകുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള അപ്രൈസൽ ഫോമുകളാണ് നമുക്ക് അതിനകത്തുള്ളത്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പേഴ്സണൽ വായ്പകളുടെ ഒരു അപ്രൈസലാണ് നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വായ്പാക്കാരിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്, ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് എത്രത്തോളം സുരക്ഷിതമാണ്, അതൊരു അംഗീകൃത സ്ഥാപനമാണോ, അതോ ഗവൺമെൻറ് സ്ഥാപനമാണോ, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, മറ്റ് അംഗീകൃത നല്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം നമുക്ക് വായ്പ കൊടുക്കാൻ പറ്റും. ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട്, ഇതൊരു അംഗീകൃത സ്ഥാപനമാണോ എന്നെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇനി ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു ഇടപാടുകാരനാണ് വായ്പയ്ക്ക് വേണ്ടി വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊബേഷൻ കാലയളവ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എത്ര വർഷമായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പ്രൊബേഷൻ എന്ന് പറയുന്നത് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രൊബേഷൻ കാലയളവ്. കഴിയാവുന്നതും നമുക്ക് മനസ്സിലാവുന്നത് 1 വർഷമൊക്കെ ആയിരിക്കാം പ്രൊബേഷൻ കാലയളവ്. പക്ഷേ നമ്മൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഫോഴ്സ് സേനകളിലൊക്കെ അത് 2 വർഷമോ ചിലപ്പോൾ 3 വർഷമോ ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ പ്രൊബേഷൻ എത്രത്തോളം ഉണ്ട്, പ്രൊബേഷൻ പീരീഡ് വിജയകരമായി പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം അദ്ദേഹം കൊണ്ടുവരുന്ന സാലറി സർട്ടിഫിക്കറ്റിനകത്തുള്ള നെറ്റ് സാലറി കണക്കാക്കുന്ന സമയത്ത് ആ സാലറി സ്ലിപ്പുകളിൽ PFI, ESI, TDS, ലോണ്, EMI, സാലറി അഡ്വാൻസ് ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷമാണോ നെറ്റ് സാലറി ആയിട്ട് അവർ കൊണ്ടുവരുന്നതിനകത്ത് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുമായി ഒരു പേഴ്സണൽ വായ്പകളുടെ അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പിന്നെ പൊതുവെ വരുന്നതാണ് നമുക്ക് MSME കാറ്റഗറിയിൽ വരുന്ന വായ്പക്കാർ. നമുക്കറിയാം, അവർ വരുന്ന സമയത്ത് എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൻ്റെ ഏത് മേഖലയിലാണ് ആ ബിസിനസ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ വളർച്ചാ സാധ്യതകൾ എന്തെല്ലാമാണ്, ഈ ചെയ്യുന്ന ബിസിനസ് സീസണൽ ബിസിനസ്സാണോ എന്നെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി വേണം MSME വായ്പകളുടെ ഒരു വാല്യുവേഷൻ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് മതിയായ ലൈസൻസുകളും അനുമതികളും ഉണ്ടോ എന്നാണ്. അതുമായി പറയുന്നത്, ഒരു ബിസിനസ് പ്രവർത്തിക്കാൻ ആവശ്യമായ എന്തെല്ലാം ലൈസൻസുകൾ ആവശ്യമാണോ അതോ ആ ലൈസൻസുകളെല്ലാം വാങ്ങിയതിന് ശേഷമാണോ ഇദ്ദേഹം ബിസിനസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം പലപ്പോഴും ബിസിനസ് തുടങ്ങുകയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന്, ഉദാഹരണത്തിന് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഫുഡ് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇദ്ദേഹം സ്ഥാപനം തുടങ്ങുകയും പിന്നീട് ഈ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വായ്പയ്ക്കും വായ്പയുടെ തിരിച്ചടവിനെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ബന്ധപ്പെട്ട ലൈസൻസുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ആ ലൈസൻസുകളെല്ലാം വാങ്ങിയതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അത്തരം കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് വായ്പ നൽകാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അതാണ് ആ വാല്യുവേഷനകത്ത് നമ്മൾ നോക്കേണ്ടത്. ആ വാല്യുവേഷൻ നോക്കുമ്പോൾ തന്നെ ഇദ്ദേഹം കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ വാല്യുവേഷൻ, ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായ വീഡിയോകൾ നമുക്ക് ഇതിനകത്ത് വരും. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് ഒരു റിപ്പോർട്ട്, ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി പോയാൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ സെയില്, ഒപ്പം ഇതെല്ലാം
ഒരു ശാസ്ത്രീയമായ രീതിയിലാണോ അതോ അത് അതിഭാവകത്തിൽ ആണോ ഇദ്ദേഹം ഈ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടിലുള്ള വരുമാനം, ലാഭം, അതിൻ്റെ ക്യാഷ് ഫ്ലോ ഇതെല്ലാം യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ളതാണോ ഈ പ്രൊജക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ബാങ്കിനകത്ത് പേഴ്സണൽ ലോണിനായാലും മോർഗേജ് ലോണിനായാലും ബിസിനസ് ആയാലും മറ്റു വായ്പകൾക്കൊക്കെ പ്രത്യേക വാല്യുവേഷൻ ഫോമുണ്ട്. ഈ വാല്യുവേഷൻ ഫോമിനകത്ത് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പേഴ്സണൽ വായ്പകൾ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് പേഴ്സണൽ വായ്പയിലാണ് മോർഗേജ് ലോൺ പോലെയുള്ള വായ്പകളെല്ലാം വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കടം വാങ്ങുന്ന ആളിൻ്റെ അല്ലെങ്കിൽ വായ്പക്കാരൻ്റെ നിലവിലുള്ള വരുമാനം കണക്കാക്കിയാണ് നമ്മൾ ഈ വായ്പ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം കൃത്യമായി അസസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ബിസിനസ് ലോണാണെങ്കിൽ ബിസിനസ് പ്രവർത്തനത്തിൽ നിന്നുള്ള ഭാവി വരുമാനമോ നിലവിലുള്ള വരുമാനമോ കണക്കാക്കിയാണ് ഇദ്ദേഹത്തിന് ടേം ലോൺ ആയാലും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായാലും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരം കാറ്റഗറിയിലുള്ള വായ്പകൾ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വായ്പയെ സംബന്ധിച്ച് ഈ അപ്രൈസൽ വളരെയധികം പ്രധാനമാണ്. ബന്ധപ്പെട്ട അപ്രൈസൽ ഫോമുകൾ കൃത്യമായ അപ്രൈസലുകൾ നടത്തണം എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശങ്ങളിൽ വരുന്നതാണ് ലീഗൽ ഒപ്പീനിയൻ. നമുക്കറിയാം, നമുക്ക് തരുന്ന വസ്തുവിൻ്റെ ഈട് വസ്തുവിൻ്റെ ലീഗൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അംഗീകൃത ബാങ്ക് നിശ്ചയിക്കപ്പെട്ട അംഗീകൃത അഡ്വക്കേറ്റ് പാനലിൽ ഉള്ളവർക്ക് ഓരോ ബ്രാഞ്ചിനും തീരുമാനിക്കപ്പെടുന്ന വക്കീൽ മുഖാന്തരമാണ് വക്കീലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തിൻ്റെ നിയമവശത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള നിയമോപദേശത്തിനായി വായ്പാ ഫയൽ സമർപ്പിക്കുകയും അദ്ദേഹം വിശദമായ നിയമ ഉപദേശം ബാങ്ക് ആവശ്യപ്പെട്ട നിശ്ചിത ഫോർമാറ്റിനകത്ത് ഇദ്ദേഹം തരുന്ന ലീഗൽ ഒപ്പീനിയൻ നമുക്ക് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായ റിപ്പോർട്ട് അതിനകത്ത് ഉണ്ടോ എന്നും അദ്ദേഹം ആ റിപ്പോർട്ടിനകത്ത് വല്ല ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകളെല്ലാം പരിഹരിച്ചതിന് ശേഷം വേണം നമ്മൾ കൃത്യമായ വായ്പ നൽകാൻ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. മാത്രമല്ല ഈ ലീഗൽ ഒപ്പീനിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രേഖകളും പൂർണ്ണമായും നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത്. കൃത്യമായ പ്രോപ്പർട്ടി ഓണർഷിപ്പ്, എൻകുമറൻസ് സർട്ടിഫിക്കറ്റ്, പ്രോപ്പർട്ടി ടാക്സ് ഇവയെല്ലാം ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ഇവയുടെ ആധികാരികതയെ സംബന്ധിച്ച് ഒന്നുകൂടി ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് എൻകുമറൻസ് സർട്ടിഫിക്കറ്റിനകത്തെല്ലാം എന്തെങ്കിലും ചാർജുകൾ അദ്ദേഹത്തിന് വന്നുപെട്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായ ഒരു പരിശോധന ഈ നിയമവശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മാത്രമല്ല അടുത്ത് വരുന്നതാണ് നമ്മൾ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻറ്റേഷൻ. വായ്പ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തേണ്ടത്? ഒരു വായ്പയെ സംബന്ധിച്ച് ഒരു വായ്പ സംസാരിക്കുക എന്നുള്ളത് ഈ കടലാസുകൾ നോക്കിയാണ്. ഈ ബന്ധപ്പെട്ട കടലാസുകളാണ് ഒരു വായ്പാക്കാരനായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇദ്ദേഹം സമർപ്പിക്കപ്പെട്ട വായ്പ അപേക്ഷ കൊടുക്കുന്നത് മുതൽ ഇദ്ദേഹം വായ്പ കൊടുത്തതിന് ശേഷം വരെയുള്ള എല്ലാ രേഖകളും ബാങ്ക് നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു വായ്പാ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വായ്പയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശരിയായ രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. ഓരോ വായ്പയ്ക്കകത്തും പറയുന്ന സ്കീമിനകത്ത് പ്രതിപാദിക്കുന്ന എന്തെല്ലാം രേഖകൾ വാങ്ങി വെക്കണം അല്ലെങ്കിൽ എന്തെല്ലാം രേഖകളാണ് ഈ വായ്പയ്ക്ക് അനുവദിക്കുമ്പോൾ നമ്മൾ വാങ്ങി വെക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട ഫയലിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ബന്ധപ്പെട്ട വായ്പയുമായി ബന്ധപ്പെട്ട് ഇത് സാക്ഷ്യപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായി വായ്പ ഫയൽ സാക്ഷ്യപ്പെടുത്തുകയും അതിനകത്ത് വാല്യുവേഷൻ റിപ്പോർട്ടായാലും മറ്റ് അപ്രൈസൽ റിപ്പോർട്ടായാലും ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടായാലും അങ്ങനെയുള്ള പ്രതിപാദിക്കുന്ന രേഖകളെല്ലാം ലീഗൽ റിപ്പോർട്ടായാലും എല്ലാം
അതിനകത്ത് കൃത്യമായി വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഒരു വായ്പ നമ്മൾ വായ്പക്കാരന് അനുവദിക്കേണ്ടത്. മാത്രമല്ല ഈ ആവശ്യമായ എല്ലാ രേഖകളും പൂർണ്ണമാണോ എന്ന് ചെക്ക് ലിസ്റ്റിൽ ഉറപ്പുവരുത്തണം. ഒപ്പം നമ്മൾ വായ്പ അനുവദിക്കുമ്പോൾ ഗഹാൻ ചെയ്യുന്നുണ്ട്. ഈ ഗഹാനെ സംബന്ധിക്കുന്നുള്ള ഫോമുകളും ഈ വായ്പയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സാധാരണയായി ഇതിനു മുമ്പ് പറഞ്ഞു വന്നതെല്ലാം വായ്പയുടെ മാർഗനിർദ്ദേശങ്ങൾ, പൊതുവായ മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിലെല്ലാം ഓരോ വായ്പയ്ക്കും ചില ഡീവിയേഷൻസ് എല്ലാം നമുക്ക് പറയുന്നുണ്ട്. വായ്പയ്ക്കകത്ത് നമുക്ക് ഡീവിയേഷൻ അനുവദിക്കാം. അങ്ങനെ ഡീവിയേഷൻ അനുവദിക്കുമ്പോൾ RBIയും നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റിയായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡും പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒഴികെ നിലവിലുള്ള വായ്പാ നിയമങ്ങളിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ഒരു ഉയർന്ന നിയുക്ത അധികാരിക്ക് പരിഗണിക്കാവുന്നതാണ്. എന്താണ് പൊതുവായിട്ട് RBI പറയുന്നത്? LTV, ലോൺ ടു വാല്യൂ. ഓരോ വായ്പയ്ക്കും ഇത്രയേ വായ്പ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പൊതു മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിയാനം ഒരുപക്ഷെ അനുവദിക്കാൻ പാടുള്ളതല്ല. അല്ലാത്ത വ്യതിയാനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വൺ എബോവ് ഡെലിഗേറ്റ് അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ഡീവിയേഷൻ വരുത്താം. ആ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ വ്യക്തമായ റിപ്പോർട്ട് സഹിതം അതിന് ആധികാരികമായ എവിഡൻസോടുകൂടി വേണം നമ്മൾ ഈ ബന്ധപ്പെട്ട വായ്പാക്കാരന് എന്തെങ്കിലും തരത്തിൽ ഡീവിയേഷൻ, ഈ വായ്പാ മാനദണ്ഡ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വേണമെങ്കിൽ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായ രേഖകൾ സഹിതം വേണം CPCയിലേക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. ഇനി നമുക്കറിയാം, ഒരു വായ്പ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായും വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് മുന്നിൽ വരുന്നതാണ് ഒരു ഈട് വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ, വിദേശത്തോ അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ഈട് വസ്തുവിൻ്റെ ഉടമസ്ഥർ എങ്കിൽ നമുക്ക് സ്വാഭാവികതയിലും നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ് പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായ പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് വായ്പ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഉടമ ലഭ്യമല്ലെങ്കിൽ സ്പെസിഫിക് പവർ ഓഫ് അറ്റോർണിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. കാരണം കൃത്യമായി ഇന്ന ബാങ്കിനകത്ത് വായ്പ എടുക്കുന്നതിന് ഇന്ന ആളെ ചുമതലപ്പെടുത്തി എന്നുള്ള കൃത്യമായ കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സ്പെസിഫിക് പവർ ഓഫ് അറ്റോർണിയാണ് നമുക്ക് ആവശ്യം വേണ്ടി വരിക. ഇത് വിദേശത്ത് നിന്നാണ് ഈ പവർ ഓഫ് അറ്റോർണി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ വരുന്നതെങ്കിൽ അത് ബന്ധപ്പെട്ട വിദേശത്ത് നിന്നുള്ള എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോർണിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ വായ്പ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഭർത്താവാണ് വായ്പ എടുക്കുന്നതിൽ ഭാര്യയെയും, ഭാര്യയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഭർത്താവിനെയും നമുക്ക് ഇതിനകത്ത് ഗ്യാരണ്ടറായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ വായ്പക്കാരൻ ലഭ്യമല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഈ വായ്പയുടെ തിരിച്ചടവ് അദ്ദേഹത്തിന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സ്പോസിനെയോ ഇതിനകത്ത് നിർബന്ധമായും നമ്മൾ വായ്പയ്ക്കകത്ത് ഒരു ഗ്യാരണ്ടറായിട്ട് കക്ഷി ചേർക്കണമെന്നാണ് ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞ് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്, നമ്മളുടെ വായ്പയ്ക്കകത്ത് സഹകരണ മേഖലയിൽ നിന്ന് വായ്പ അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റിസ്ക് ഫണ്ട് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, റിസ്ക് ഫണ്ട് ആനുകൂല്യം ഒരു വായ്പക്കാരൻ കൃത്യമായ തിരിച്ചടവ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് വായ്പാ തിരിച്ചടവിന് ഇടയിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ മൂലമോ മറ്റോ വായ്പ അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ റിസ്ക് ഫണ്ടിൽ നിന്നുള്ള ചികിത്സാ ധനസഹായവും, ഒപ്പം വായ്പ തിരിച്ചടവിനിടയിൽ ഇദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ മരണാനന്തര ആനുകൂല്യം ലഭിക്കുന്നതാണ് റിസ്ക് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നത്. ഈ റിസ്ക് ഫണ്ട് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ 70 വയസ്സിനുള്ളിൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയാവുന്നവർക്കാണ് ഈ റിസ്ക് ഫണ്ട് ആനുകൂല്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ
കൃത്യമായി ആ പ്രായപരിധിയിൽ ഉൾപ്പെട്ടവർക്ക് വായ്പ കൊടുക്കുകയും അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ കഴിയാത്ത 70 വയസ്സിന് മേലെയാണ് വരുന്നതെങ്കിൽ ഈ റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിന് എനിക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള നിരാകരണ പത്രം അതേ വായ്പാക്കാരൻ്റെ ഗ്യാരണ്ടറിൽ നിന്നോ വായ്പാക്കാരനിൽ നിന്നോ നമ്മൾ വാങ്ങി വെച്ച് വേണം കൃത്യമായി കൊടുക്കാൻ. കാരണം ഇതെല്ലാം പിന്നീട് അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കാനിടയാവാത്ത സാഹചര്യം അന്ന് വായ്പ എടുക്കുന്ന സമയത്ത് എന്നോട് അല്ലെങ്കിൽ ഞങ്ങളോട് ഇത് പറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ കൃത്യമായ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഈ മാർഗനിർദ്ദേശം നമ്മൾ അവരുടെ മുന്നിലേക്ക് വായ്പയ്ക്ക് വരുമ്പോൾ തന്നെ ഇത് പറയുകയും അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് ഒരു വായ്പ കൊടുക്കുന്ന സമയത്ത് ഉള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നതാണ് ഇൻഷുറൻസ്. നമുക്കറിയാം, വായ്പ എടുക്കുന്ന തുകയ്ക്ക് ആനുപാതികമായ ഈടിന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മുടെ മുന്നിലേക്ക് നമ്മൾ നൽകുന്ന വായ്പകളിൽ ഭവന വായ്പകളുണ്ടാവാം, വാഹന വായ്പകളുണ്ടാവാം, MSME വായ്പകളെല്ലാം ഉണ്ടാവാം. ഈ വായ്പകൾ എടുക്കുമ്പോൾ ഈ വായ്പ എടുക്കുന്ന തുകയ്ക്ക് ആനുപാതികമായ ഈടിനുള്ള ഇൻഷുറൻസ് നമ്മൾ ഈ ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, ഭവന വായ്പ എടുക്കുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് പോളിസികൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഭവന വായ്പ എടുക്കുന്ന സമയത്ത് ഭവന വായ്പയുടെ പീരീഡിന് 10 വർഷമോ 15 വർഷമോ 20 വർഷമോ ഒരുപക്ഷെ ഇൻഷുറൻസ് കാലയളവിന് ഒന്നിച്ചായി ഒരു ഇൻഷുറൻസ് കിട്ടും. നേരെ മറിച്ച് വാഹന വായ്പയും MSME വായ്പകളും കൊടുക്കുന്ന സമയത്ത് സ്റ്റോക്കിനെല്ലാം ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അത് 1 വർഷ കാലയളവിനായിരിക്കാം തരിക. അപ്പോൾ ആ 1 വർഷ കാലയളവിന് വായ്പ തരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം ഇൻഷുറൻസ് പോളിസി ബാങ്കിൽ ഹാജരാക്കുക. തുടർന്നുള്ള വർഷങ്ങളിൽ ഇൻഷുറൻസ് പോളിസി കൃത്യമായി റിന്യൂവൽ ചെയ്യുകയും ആ റിന്യൂവൽ ചെയ്തതിൻ്റെ പോളിസിയുടെ ഒരു കോപ്പി ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണെന്നും വായ്പ കൊടുക്കുന്ന സമയത്ത് തന്നെ വായ്പക്കാരനോട് നമ്മൾ പറയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇനി ഇൻഷുറൻസ് ആരുടെയെല്ലാം പേരിലാണ് ഇൻഷുറൻസ് വേണ്ടത്? വായ്പക്കാരൻ്റെ പേരിൽ മാത്രമാണോ? അല്ല, വായ്പക്കാരൻ്റെ പേരിലും ഒപ്പം ബാങ്കിൻ്റെ പേരിലും കൂട്ടായി വേണം എന്ത് ചെയ്യാൻ? ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതും ആ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു കോപ്പി വായ്പക്കാരനും ഒരു കോപ്പി ബാങ്കിൻ്റെ അദ്ദേഹം സമർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ സമർപ്പിക്കുന്ന കോപ്പികൾ കൃത്യമായി തന്നെ വായ്പാ ഫയലിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വായ്പയുടെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. പിന്നീട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി വായ്പയ്ക്ക് വരുന്ന സമയത്ത് ഒരു വായ്പക്കാരന് കസ്റ്റമർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. ഒരു വായ്പക്കാരനെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള നമ്മുടെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വായ്പക്കാരനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാരണത്താൽ വായ്പ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വായ്പ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അത് കൃത്യമായി അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മളെ വായ്പക്കാരനെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വായ്പയുടെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്ന് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വായ്പ കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബാങ്ക് അനുവദനീയമായ സമയത്തിനകത്ത് വായ്പയ്ക്ക് വരുന്ന വായ്പക്കാരന് എത്രയും പെട്ടെന്ന് വായ്പ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യം. ആ വായ്പ കൃത്യമായി തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന നിങ്ങൾക്ക് ടുഡേ ബാങ്കിങ്ങിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പുതിയൊരു വിഷയവുമായി അടുത്ത് തന്നെ വീഡിയോക്കകത്ത് നിരവധി ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വീഡിയോസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.